ഇത് ചിലവന്നൂർ ബണ്ട് പാലമാണ്. ഏതാണ്ട് 3 വർഷം മുൻപാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പക്ഷേ ഇപ്പോഴും ഈ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്നത്. ഏകദേശം 3800 കോടി രൂപയുടെ കനാൽ നവീകരണ പദ്ധതിയുടെ ഭാഗമായി പുനർനിർമ്മിക്കുന്ന ബണ്ട് പാലത്തിന്റെ നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണുള്ളത്. പക്ഷേ ഈ അവസാന ഘട്ടത്തിലെത്തുമ്പോഴും ഏതാണ്ട് നിലച്ച ഈ പ്രവർത്തനങ്ങളടക്കം തന്നെ ഏതാണ്ട് നിലച്ച മട്ടിലാണുള്ളത്. ഏകദേശം 100 കണക്കിന് വാഹനങ്ങൾ പോയിരുന്ന ബണ്ട് റോഡാണിത്. പക്ഷേ ഇത് ഗതാഗതം നിലച്ചിട്ട് 3 വർഷത്തോളമായെന്നും നാട്ടുകാർ പ്രധാനമായും പറയുന്നുണ്ട്. പാലം ഒരു അപ്രോച്ച് റോഡ് പോലും ഇതുവരും പണിതിട്ട് പോലും ഇല്ല. ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് ഒരു ജനദ്രോഹമാണ് നമ്മുടെ ഈ സർക്കാർ കാണിക്കുന്നത്. ഇത് തുടങ്ങിയിട്ട് 2023 ടെസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ 2025 ഡിസംബർ തീരാൻ പോകുന്നു. ഇത്രയും വർഷമായിട്ട് ഈ പാലത്തിനെ കുറിച്ച് വലിയ നേട്ടങ്ങളൊന്നുമില്ല. വെറുതെ 2 തൂണും വാർത്ത് കുറച്ച് ഇതും പ്ലാറ്റ്ഫോമും വാർത്തിട്ടിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആഗസ്റ്റ് പറഞ്ഞു, പിന്നെ സെപ്റ്റംബർ പറഞ്ഞു, പിന്നെ ഡിസംബർ ലാസ്റ്റ് പറഞ്ഞു. ഇപ്പോൾ ഡിസംബറും കഴിഞ്ഞു. ഞാൻ അടുത്ത ജാനുവരി 26 വർഷത്തിലോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റ് ഈ കാൽനട യാത്രക്കാരടക്കം തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഇതുമൂലം ഉണ്ടാകുന്നതെന്നാണ് ഇവർ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാത്തത് മൂലം തന്നെ പലരും വളഞ്ഞ വഴി മൂലമാണ് ഈ മറ്റ് സ്ഥലങ്ങളിലേക്കടക്കം പോകുന്നതെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന കാര്യം. ഞങ്ങളൊക്കെ ഇവിടുന്ന് നേരത്തെ ഇതിലേ കൂടി പോയി അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു 5 മിനിറ്റ് മതി. ഇപ്പോൾ അതിൽ കറങ്ങി തിരിഞ്ഞ് പോകണം. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിയുന്നത് വേഗം ഇത് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ ഉപകാരമായിരിക്കും. കഴിയുന്നില്ല ഇത് ഇങ്ങനെ കെട്ടിയേക്കണ കാരണം പോകാൻ പറ്റുന്നില്ല. കെട്ടിക്കഴിഞ്ഞാൽ മറ്റേ വാട്ടറിൻ്റെയും ഗുണവും മുകളിൽ കൂടെ ഗുണവും. പക്ഷെ കുറേ ലേറ്റായി. ഇനിയിപ്പോൾ എന്നാ ശരിയാണെന്ന് നമുക്കറിയില്ല. ഞങ്ങളൊക്കെ 5 മിനിറ്റ് കൊണ്ട് അപ്പുറത്ത് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ് ചമ്പക്കരയൊക്കെ ഉണ്ടെങ്കിൽ കറങ്ങി തിരിഞ്ഞ് കൊണ്ടുപോകാൻ വേണം. വേഗം കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈലിങ്ങും തൂണുകളും പൂർത്തിയാക്കിയ പാലത്തിന്റെ ഇരുവശത്തും 45 മീറ്റർ വീതം നീളമുള്ള അപ്രോച്ചിന്റെ ഒരു ഭാഗം പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അത് മാത്രമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഏകദേശം ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ തന്നെ നാട്ടുകാർക്ക് ഏറെ ആശ്വാസമുണ്ടാകുന്ന ഒരു പാലമാണ്. പക്ഷേ ഈ പാലത്തിന്റെ പണി ഇതുവരെയും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് ഈ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ 3 വർഷം പിന്നിടുന്നു. ആദ്യം ഈ ജൂലൈയിൽ തുറന്നു കൊടുക്കുമെന്ന് പറയുന്നു, അതിനുശേഷം ഡിസംബറിൽ തുറന്നു കൊടുക്കുമെന്ന് പറയുന്നു. പക്ഷേ ഈ ഡിസംബർ ഇപ്പോൾ കഴിയാറായിട്ടുണ്ട്. ഇതുവരെയും തുറന്നു കൊടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ലെന്നാണ് ഇവർ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. പാലത്തിൻ്റെ സെൻറ്റർ ഗർഡർ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ താൽക്കാലിക പ്ലാറ്റ്ഫോമിന് ശക്തമായ മഴയെ തുടർന്ന് ബലക്ഷയമുണ്ടായതാണ് പാലം നിർമ്മാണം മന്ദഗതിയിലാകാൻ കാരണമെന്നാണ് ഈ ഒരു കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്ന ഈ കമ്പനി അടക്കം തന്നെ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇതിപ്പോൾ കുറച്ച് നാളായാലും ഇത് വർക്ക് തുടങ്ങിയിട്ട് ഈ വരുന്ന ഡിസംബറിൽ തീരുമെന്നാണ് നിലവിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഒരു പാലം പണിയുടെ ഒരു ലക്ഷണമൊന്നും കാണില്ല. കാര്യം വളരെ തുച്ഛമായ ജോലിക്കാരെ വെച്ചിട്ടാണ് ഈ വർക്ക് മുന്നോട്ട് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഡിസംബറിലൊന്നും തീരാൻ സാധ്യത കാണുന്നുമില്ല. പിന്നെന്ന് വെച്ചാൽ പ്രാദേശികവാസികളായ ഞങ്ങളൊക്കെയാണ് ഇതിനകത്ത് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് അങ്ങോട്ട് കടന്നു പോകാനോ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടുള്ള ആൾക്കാരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ജോലിക്ക് പോകാനായിട്ട് ഇപ്പോൾ എറണാകുളം വഴി ചുറ്റി കറങ്ങി വേണം തേവരയ്ക്കും മറ്റും പോകാനായിട്ട്. പിന്നെ പണിയൊന്നും സ്പീഡപ്പ് ആയിക്കഴിഞ്ഞാൽ ഈ പാലം പണി തീർന്നു കിട്ടിയാൽ എല്ലാവർക്കും വളരെ പ്രയോജനകരമായ ഒരു സംരംഭമാണിത് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പണി ഇങ്ങനെ എഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ഒരു ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ സ്ഥാപനം നടത്തിയെന്ന് വെച്ചാൽ കൂടിയാണ് ഈ ഒരു അവസ്ഥ വന്നിട്ട് കട നിർത്തി പോകേണ്ട അവസ്ഥയായി. നിലവിലുള്ള പാലത്തിന്റെ സെന്റർ സ്പാൻ 30 മീറ്ററാണുള്ളത്. പാലം പൂർത്തിയാകുമ്പോൾ ഇതിൻ്റെ അടിയിലോട്ട് ബോട്ടുകൾക്ക് കടന്നു പോകാൻ പറ്റും. എളംകുളം കായൽ കേന്ദ്രീകരിച്ച് മെട്രോ സർവീസ് ഉൾപ്പെടെ ജലഗതാഗതം ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പാലം പൊളിച്ച് പണിത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പാലം ഇപ്പോൾ മന്ദഗതിയിൽ തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നതാണ്. യാത്രക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഈ നാട്ടുകാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഏറെ പ്രയാസപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് നേരത്തെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് മറ്റു സൈഡിലേക്ക് എത്താമെങ്കിൽ ഇപ്പോൾ വളഞ്ഞ വഴി മൂലമാണ് യാത്രക്കാരടക്കം സഞ്ചരിക്കുന്നതെന്നാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. എത്രയും പെട്ടെന്ന് തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി അനുയോജ്യമാക്കണം, അല്ലെങ്കിൽ യാത്രാ സൗകര്യത്തിന് അനുയോജ്യമാക്കണമെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന കാര്യം. ക്യാമറ പേഴ്സൺ ഗീതേഷിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.